ഹായ്, നമ്മളിന്ന് ഓഡൂലെ ഓട്ടോമാറ്റിക് ഫോളോ അപ്പ്, പേയ്മെൻറ്റ് ഫോളോ അപ്പ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പല പല കസ്റ്റമേഴ്സിനും നമ്മൾ സെയിൽസ് നടത്തും. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഓരോ പേയ്മെൻറ്റ് ടേംസ് ഉണ്ടാവാം. 1 മാസം, 2 മാസം, അങ്ങനെ പല തരത്തിലുള്ള പേയ്മെൻറ്റ് ടേംസ് ഉണ്ടാവാം ഓരോ കമ്പനിയുമായിട്ട്. അപ്പം നമുക്ക് ഓരോ സമയത്തും ഓരോ കമ്പനീൻ്റെയും പേയ്മെൻറ്റ് ടേംസ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻവോയ്സ് ഡ്യൂ ആകുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് അവർക്ക് കത്ത് അയക്കുകയോ ഇമെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയോ SMS അയക്കുക, ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ അത് ഒരു ഈസിയായി ചെയ്യാൻ പറ്റുന്നതല്ല. അത്രയും ആളെ വിളിക്കുക അല്ലെങ്കിൽ റിമൈൻഡ് ഓർമ്മിച്ച് വെക്കുക അതൊന്നും. പക്ഷെ അതൊന്നും ആവശ്യമില്ല. ഓഡു ERP തന്നെ അതൊക്കെ ചെയ്തോളും. SMS അയക്കാനും ഇമെയിൽ അയക്കാനും ഒക്കെ ഓഡുവിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അയക്കാൻ തന്നെ ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഇൻവോയ്സ് ഡ്യൂ ആകുന്നതിന് മുമ്പ് അയക്കാൻ ഒരു 2 ദിവസം മുമ്പ് നിങ്ങളുടെ ഇൻവോയ്സ് 2 ദിവസം കഴിഞ്ഞാൽ ഡ്യൂ ആകുന്നുണ്ട്, അത് പേയ്മെൻറ്റ് പ്രോസസ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ അയക്കാം. അത് കഴിഞ്ഞ് ഡ്യൂ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ 15 ദിവസമായിട്ട് ഓവർ ഡ്യൂ ആയിട്ടുണ്ട്, അത് അയക്കണം എന്ന് പറയാം. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് അയക്കാം, 2 മാസം കഴിഞ്ഞിട്ട് അയക്കാം. അങ്ങനെ പല തരത്തിലുള്ള മെയിലുകൾ നമുക്ക് അയക്കാം. എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി അതിന് വേണ്ടത്, നമ്മളൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഡീറ്റെയിൽസിൽ ഇപ്പോൾ ഇവിടെ DH ഡിജിറ്റൽ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ടെമ്പററി ഇമെയിൽ ID ആണ്, അത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കസ്റ്റമർ നോക്കുകയാണെങ്കിൽ ഇവിടെ MouseTrack എന്ന് പറഞ്ഞിട്ട് MouseTrack മെയിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ കസ്റ്റമേഴ്സിനും ഇമെയിൽ അഡ്രസ്സ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. മൊബൈൽ SMS അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. പക്ഷേ SMS അയക്കണമെങ്കിൽ നമ്മൾ ഒരു SMS പാക്കേജ് ലിങ്ക് ചെയ്യാനായിട്ട് എടുത്തിട്ട് ലിങ്ക് ചെയ്യണം ഓഡോയിലേക്ക്. ഇനി മറ്റൊരു സെറ്റിങ്സ് അതിൽ വേണ്ടത്, ഓഡു ഒരു ഇമെയിൽ ക്ലയൻ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഓഡുവിന് ഇമെയിൽ കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കണം. അതിന് കോൺഫിഗറേഷൻ പോവുക, അക്കൗണ്ടിങ്ങിൽ കോൺഫിഗറേഷൻ സെറ്റിങ്സിൽ പോവുക, ശേഷം ജനറൽ സെറ്റിങ്സിൽ പോവുക. താഴേക്ക് വന്നാൽ ഡിസ്കസ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് കസ്റ്റം ഇമെയിൽ സെർവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജിമെയിലിൻ്റെ സെർവർ ഉപയോഗിക്കാം, നമുക്കതാണ് ഈസി. അപ്പോൾ ജിമെയിൽ സെർവർ ഉപയോഗിക്കാം. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. സേവ് ചെയ്തിട്ട് ഒന്നും കൂടി ഇവിടെ വരാൻ പറയുന്നുണ്ട്. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത് വീണ്ടും നമ്മൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾക്കിവിടെ ഒരു ഐഡിയും പാസ്വേഡും അടിക്കാൻ സ്ഥലം തന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇപ്പം എൻ്റെ കയ്യിലുള്ള ഞാൻ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീക്രട്ട് പാസ്വേഡ് അവിടെ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ആയിട്ടുണ്ട്. ഇനി സേവ് ചെയ്യാം. അപ്പം ഓഡുവിനെ നമ്മൾ ഇമെയിൽ അയക്കാനുള്ള എബിലിറ്റി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളൊരു ഇൻവോയ്സ് ചെയ്യാം, പുതിയ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ MouseTrack എന്ന് പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റമർ ഉണ്ടാക്കിയിട്ടുണ്ട്. MouseTrack നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് ഒരു പഴയ ഡേറ്റാണ് ഇൻവോയ്സ് ഡേറ്റ് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ ഡ്യൂ ഡേറ്റിലേക്ക് കാണിക്കണം. ഓക്കെ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതായിട്ട് കാണിക്കണം. ഇവിടെ നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ഇൻവോയ്സ് സെറ്റ് ചെയ്തു, കൺഫേം ചെയ്തു, ഇൻവോയ്സായി. ഇനി മറ്റൊരു ഇൻവോയ്സും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് DH ഡിജിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സർവീസസിന് ഇൻവോയ്സ് ഒരു പഴയ ഡേറ്റിന്, പക്ഷേ വിത്തിൻ ഡ്യൂ ഒരു നാളെ ഡ്യൂ ആകുന്ന രീതിയിൽ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. നമ്മൾ ഇത്രയും സേവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് അക്കൗണ്ടിങ്ങിൽ പോയി കസ്റ്റമറിൽ ഇൻവോയ്സസ് നോക്കിയാൽ ഇൻവോയ്സസ് കാണിക്കുന്നുണ്ട്. ഇത് 15 days എഗോ ചെയ്തതായിട്ട് ഡ്യൂ ഡേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് ടുമോറോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് 14 ദിവസം കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ കസ്റ്റമറിൽ ഫോളോ അപ്പ് റിപ്പോർട്ട്സ് ഉണ്ട്. ഫോളോ അപ്പ് റിപ്പോർട്ട്സിൽ നമ്മൾക്കിപ്പം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. എന്തായാലും നമുക്കിവിടെ മാനുവലി അയക്കുന്നതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ MouseTrack എന്ന് പറയുന്നത് ഇൻഡീഡ് ഓഫ് ആക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 15 days എഗോ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട്. നമുക്കൊരു ഇമെയിൽ അയക്കുകയാണെങ്കിൽ ഫോളോ അപ്പ് അടിക്കുന്നു.
ഇവിടെ ഓട്ടോമാറ്റിക്കലി ഞാൻ പ്രിൻ്റ് ഒഴിവാക്കുകയാണ്, SMS ഒഴിവാക്കുകയാണ്, നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ കാണിക്കുന്നുണ്ട് MouseTrack എന്ന് പറയുന്ന കമ്പനിക്കാണ് പോവുക, എന്താണ് മാറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പേയ്മെൻറ്റ് റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ഈ മാറ്റർ. നമ്മൾ സെൻഡ് ചെയ്ത് നോക്കുന്നു. വലതുവശത്ത് നമുക്ക് അയച്ചതായിട്ട് കാണിക്കുന്നുണ്ട്, നമ്മൾ എന്താണ് അയച്ചതില്ല അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ആ ഇൻവോയ്സിൻ്റെ ഫോളോ അപ്പ് എടുക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ MouseTrackന് സെറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് MouseTrack@mailnetter ആണ്. ഇവിടെ വന്നിട്ടുണ്ട് MouseTrack@mailnetterലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ഇൻവോയ്സ് കാണാം. MouseTrack ട്രേഡേഴ്സ് ഇറ്റ് ഹാസ് കം ടു അറ്റൻഷൻ ദാറ്റ് ഇത് ഡ്യൂ ആയിട്ടുണ്ട് 47,500 ടാക്സ് അടക്കം, അതിൻ്റെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഉണ്ട്, ഇത്രയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇവിടെ നിന്ന് തന്നെ നമ്മൾക്ക് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഈ കസ്റ്റമർ റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒടുവിലേക്ക് തന്നെ കിട്ടുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ വീണ്ടും ഒരു ഫോളോ അപ്പ്, വീണ്ടും ഒരു മെയിൽ അയക്കാണ്. പക്ഷെ ഇവിടെ ഞാൻ ഒരു അഡീഷണൽ ഇമെയിൽ ID കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ പേയ്മെൻറ്റ് വീണ്ടും അയക്കാണ്. എഴുതി കവർ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഫോളോ അപ്പിൻ്റെ ഇമെയിൽ. ഇത് പിന്നെ ഈ PDF പ്രിൻറ്റ് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇമെയിൽ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നോക്കുന്നു, നമ്മൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതേപോലെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇനി ഇവർ റെസ്പോണ്ട് ചെയ്യാണ്. റെസ്പോണ്ട് ചെയ്യണം, ഒക്കെ പാർട്ടി നമുക്ക് റെസ്പോണ്ട് ചെയ്യണം, സെൻഡ് അടിക്കുകയാണ്, റിപ്ലൈ അടിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഒടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമെയിൽ എന്താണ് അയച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. വി വിൽ ബി പ്രോസസ്സിങ് സൂൺ, താങ്ക്സ് ഫോർ ഇമെയിൽ എന്നിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒരു ചാറ്റ് പോലെയാണ്, സെൻഡ് മെസ്സേജ്. നമ്മൾ വീണ്ടും അവിടെ തന്നെ സെൻഡ് മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, വി വിൽ ബി വെയിറ്റിംഗ് അത് വെറുതെ ഒന്ന് അടിക്കുകയാണെങ്കിൽ അത് ആ ഒരു ഇമെയിലിലേക്ക് തന്നെ വീണ്ടും വരും. ഓക്കെ, വി വിൽ ബി വെയിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇമെയിൽ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് അത് എത്ര ദിവസത്തേക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ദിവസത്തേക്ക് 15 ദിവസം കഴിയുമ്പോൾ ഓരോന്നും ഓരോ സമയത്ത് തന്നെ പോയിക്കോളും. ഇനി നമുക്ക് നോക്കുന്നത്, നമ്മൾ എല്ലാ സമയത്തും ഒരേ മെയിലല്ല നമ്മൾക്ക് അയക്കേണ്ടത്. നമ്മൾക്ക് ഓരോ സമയത്തും 15 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ, ഡ്യൂ ആകുന്നതിന് മുമ്പേ കൊടുക്കേണ്ട മെയിൽ, ഇതൊക്കെ ഡിഫറൻ്റ് ആയിരിക്കണം. അതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം? അത് നമ്മൾക്ക് ഓരോന്നും ഓരോ ദിവസത്തേക്ക്, അതായത് 15 ദിവസം, 2 ദിവസം, 30 ദിവസം, 60 ദിവസം, ഇങ്ങനെ ഓരോ സമയങ്ങളിലായിട്ട് പോകേണ്ട ഇമെയിലിൻ്റെ ടെക്സ്റ്റ് ബോഡി മാറ്റർ അത് എങ്ങനെയാണ്, അതൊരു ടെംപ്ലേറ്റ് ആയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അത് മേലെ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. താങ്ക് യു.